ഇന്ത്യ ഈസ് എ പോപ്പുലേഷൻ ബാങ്ക്. അതായത് ലോകത്തിൻ്റെ എവിടെ ഒരു പോപ്പുലേഷൻ ബൂസ്റ്റ് വേണമെങ്കിലും നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മൾ ആളെ ഇറക്കി കൊടുക്കും. പിന്നെ ബും 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 പറയണ്ടല്ലോ. സോ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരുപാട് പേര് പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പുറത്ത് രാജ്യത്തേക്ക് പോകുന്നുണ്ട്. നല്ല കാര്യം തന്നെ, കാരണം നല്ലൊരു ജോലിയും നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കുക, നമ്മുടെ നാട്ടിൽ പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു, ഈ ഇന്ത്യക്കാരൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടൊക്കെ അനാഥരാകും, വീടുകളിലൊന്നും ആരില്ലാത്ത അവസ്ഥയാകും. എവിടുന്നതാ? പുറത്തിറങ്ങി നോക്കും, ഓരോ ദിവസം കൂടുന്നവരും വണ്ടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, ഓടിക്കാൻ ആൾക്കാരുണ്ട്. എൻ്റെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഒരു വീട്ടിൽ പോലും ആളില്ലാത്തില്ല, എല്ലാ വീട്ടിലും ആൾക്കാരുടെ പുതിയ വീട് പിന്നെ പണിയുമാണ്. അത് എന്താണ്, അമേരിക്ക കിടക്കുന്നവർ പണിതിട്ട് പോകുന്നില്ല, താമസിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, പണിതിട്ട് താമസിക്കും അവിടെ. സോ ആക്ച്വലി നമ്മളൊരു പോപ്പുലേഷൻ ക്രൈസിസിലാണോ? നമ്മൾ ഓവർ പോപ്പുലേറ്റഡ് ആണെന്നേ. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ പ്രൊഫഷണൽ നോളജൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യോ മാൻ, ഷട്ട് ദ ഫക്ക് അപ്പ്. ഓക്കെ എടാ, ഈ നാട്ടിൽ ഈ പറഞ്ഞ കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വീട് അനാഥമാകുമെന്ന് പറഞ്ഞാൽ എവിടുന്ന്? എല്ലാ വീട്ടിലും ആൾക്കാരുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയൊന്നും കാണാതിരിക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ വണ്ടി കൂടിക്കൊണ്ടിരിക്കും, ഓടിക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഒരു കാറൊക്കെ ഫുള്ളായിട്ടാണ് പോകുന്നത്, നിറച്ച് ആൾക്കാരുണ്ടത്. സോ നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ കൂടുതലാണ്. ഓക്കെ, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാർ പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാർ സങ്കടമായിരുന്നല്ലോ. ഓക്കെ, എല്ലാവരും പോവാന്നൊക്കെ. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജോലി സാധ്യത കൂടുന്നില്ല? ഇത്രയും പേര് പോയെങ്കിൽ ജോലി സാധ്യത കൂടണ്ടല്ലേ? ആൾക്കാരെ പെറ്റിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ. എല്ലാവരും സകലരും കൂടിയിട്ട് ഇങ്ങനെ ഒരു കെയർലെസ് ആയിട്ട് ഇത്രയ്ക്ക് പോപ്പുലേഷൻ അങ്ങോട്ട് കൂട്ടി ഈ രാജ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്നിട്ട് നമ്മുടെ സഹോദരങ്ങൾ പുറത്തോട്ട് പോവാണ് ജീവിക്കാനൊക്കെ ആയിട്ട്. പിന്നെ എന്നെ പോലെ കുറച്ച് പേരുണ്ട് ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നവർ. എന്നിരുന്നാലും എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ ഈ നാടിനെ വിട്ട് പോകത്തില്ല. അതൊരു ട്രൂത്താണ്. ചത്താലും ഇനിയിപ്പം നമുക്കൊരു പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോകത്തില്ല. പരമാവധി ശ്രമിക്കും. ഈ നാടിനെയും ഇവിടുന്ന് ആൾക്കാർ എന്ത് കണ്ടാണോ പുറത്തോട്ട് പോകുന്നത് അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നോക്കും. പക്ഷെ കൊണ്ടുവരാൻ സമ്മതിക്കാറടാ. നമ്മളെപ്പോലെ പ്ലാൻസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ അടിച്ച് താത്താനൊക്കെ രാഷ്ട്രീയക്കാരുണ്ട്. കാരണം അവർക്ക് ഇച്ചിരി പേടിപ്പെന്നാണ്, അവർക്ക് ഈ PWD കൊടുക്കുന്ന വർക്കിൻ്റെ അകത്ത് കുറച്ച് പൈസയൊക്കെ അടിച്ച് പോക്കറ്റിലിടാനും അവരുടെ മക്കളെ പുറത്ത് പഠിപ്പിക്കാനൊക്കെ അവർക്ക് താല്പര്യം. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരൻ ചെറിയൊരു കുഞ്ഞു രാജ്യവും, കുഞ്ഞു രാജ്യം എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ്, അതിൽ വികസിതമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ കുറച്ച് സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ രാജ്യം വന്നിട്ട് ജീവിച്ചോന്ന് പറഞ്ഞു. കുറച്ച് റേഷൻ കടയിൽ വെച്ച് അരിയും കിട്ടും, അതും കഴിച്ച് ജീവിക്കുക. സ്വപ്നം കാണാൻ പാടില്ല, രാജ്യത്തിനൊരു മാറ്റം വരുന്ന സ്വപ്നം കാണാൻ പാടില്ല, ചുമ്മാ ഒരു ജീവിതം.